അമ്മാവനെന്തിനാ വണ്ടി കയറിയിരിക്കുന്നത്? ഞങ്ങൾക്കൊരു യാത്രയുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ വരാനാ ഇതിനകത്ത് കയറിയിരുന്നത്. ഞങ്ങളുടെ കൂടെ വരാനോ? എന്റെ പൊന്നു മോനെ നവീനെ, സത്യം പറഞ്ഞ ഞാൻ പണിക്ക് പോവാത്തവനാണ്, ഭാര്യയുടെ വീട്ടിൽ ഉണ്ടുറങ്ങി ജീവിക്കുന്നവനാണെന്നൊക്കെയുള്ള നിർമ്മലയുടെ പറച്ചിൽ കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇന്നലെ രാത്രി മുതൽ ഞാൻ അതിന്റെ ആലോചനയിലായിരുന്നു. അതിനിപ്പോ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അമ്മായി പറഞ്ഞത് സത്യമല്ലേ? കാലം കുറെ ആയില്ലേ ഇങ്ങനെയൊക്കെ തന്നെ കഴിയുന്നത്. എന്നാ ഇന്ന് മുതൽ ഞാനതങ്ങ് മാറ്റി. ഞാൻ പണിക്കിറങ്ങാൻ പോവാ. അമ്മാവന് ജോലിക്ക് വേണ്ടി എവിടേക്കെങ്കിലും പോകാനാണോ? ഞങ്ങൾ എവിടെയും ഡ്രോപ്പ് ചെയ്യണം. എന്റെ പൊന്നു മോനെ നവീനെ, നിനക്ക് ഇത്രയും കൺസ്ട്രക്ഷൻസ് ഇത്രയും വർക്കും ഒക്കെ നടക്കുമ്പോ ഞാൻ പിന്നെ വേറെ എവിടെ ജോലി അന്വേഷിച്ചു പോണം? പിന്നെ എനിക്കാണെങ്കിൽ ഈ കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയിലും അതിന്റെ നോക്കി നടത്തിപ്പിലും ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. മേശപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല ക്ഷമതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ കഴിവ് ഞാൻ കണ്ടിട്ടില്ല. കഴിവുണ്ടോ ഇല്ലയോ ഒന്ന് പരീക്ഷ അല്ലേ അറിയാൻ പറ്റൂ. ഇന്ന് നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോവാം. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. പറ്റുമെങ്കിൽ എന്നെ കൂടെ നിർത്തും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാൻ പോവാം. ഇപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ട്. എന്റെ മോനെ, ഒരാളൊരു നല്ല കാര്യം പറയുമ്പോ അത് മുളയിലേ നുള്ളിക്കളയല്ലേടാ. ഇത്രയോ ആൾക്കാർ, ഇത്രയോ അന്യ സംസ്ഥാന തൊഴിലാളികളെ നിങ്ങൾ പണിക്ക് നിർത്തുന്നു. ഇവിടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പോകുന്നു. എന്നെ ഈ പണിക്ക് കൊള്ളില്ല എന്ന് നവീൻ മോന് തോന്നിയാ അപ്പൊ ആ നിമിഷം എന്നെ അവിടെ നിറക്കി വിട്ടോ. അതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് വല്ലാതെ കുരിശായാലോ സാറേ? ഇനിയിപ്പോ എന്ത് ചെയ്യാന്? നമുക്ക് നോക്കാം. ഏയ്, ഇയാളെ കൊണ്ടൊന്നും ഒരു വഴിക്ക് പോകാൻ പറ്റില്ല സാറേ. സാറേ, മുത്തശ്ശി വിളിച്ചിട്ട് അയാളെ ഇറക്കി വിടാൻ നോക്കൂ. അല്ലെങ്കിൽ ഇന്ന് പോകുന്നിടത്ത് മുഴുവൻ അബദ്ധമായിരിക്കും. അമ്മാവ, ഞങ്ങൾ പോയി തിരിച്ചു വന്നതിന് ശേഷം ജോലിയുടെ കാര്യമൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ അമ്മാവൻ പുറത്തിറങ്ങും. ഞാൻ ഇറങ്ങൂല, ഞാൻ ഇറങ്ങൂല. എനിക്ക് പണിയെടുത്ത് ജീവിക്കണം. എടാ പൊന്നു വരെ ഒന്ന് സഹായിക്കണം. എന്നാ പിന്നെ അവിടെ ഇരിക്കും. മണിക്കുഞ്ഞ്, അമ്മാവൻ കൂടെ ഇരിക്കട്ടെ. എനിക്കൊരു താല്പര്യമില്ല കേട്ടോ സാറേ. നിനക്ക് താല്പര്യം വേണ്ട.